ചാരൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വിഭവമാണ്. അതായത് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്നത് വാട്ട കപ്പയാണ്. ഇതുകൊണ്ട് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു പക്ഷേ ഉദ്ദേശിച്ചേക്കാം. എന്നാൽ ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കുഴലപ്പമാണ്. ഇത് പക്ഷേ വാട്ടിയ കപ്പയായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇത് നമ്മളൊരു 3 മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ട് കുതിർത്തെടുത്തിട്ടതിന് ശേഷം നമ്മളിത് വേവിച്ചതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാനിത് കഴുകി ഇത് വെള്ളത്തിലേക്ക് കുതിരാനിടുകയാണ്. അത് കഴിഞ്ഞിട്ട് തയ്യാറാക്കുന്ന വിധം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ 3 മണിക്കൂർ വെള്ളത്തിലിട്ട് ആ കപ്പ കുതിർത്തെടുത്തു. അതിപ്പോൾ നല്ല കുതിർന്ന് വലിപ്പത്തിലായിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുത്തിട്ടാണ് അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനു മുമ്പ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. അരിപ്പൊടി ഒരു കപ്പ് മീൻസ് ഇത്രയും വലിയൊരു പാത്രത്തിൽ അത് 2.5 സ്റ്റീൽ ഗ്ലാസ്സിൽ 2.5 കപ്പ് അരിപ്പൊടിയുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. തേങ്ങ എടുത്തു വെച്ചേക്കാണ്. ഇത് അരമുറി തേങ്ങ തിരുമ്മിയതാണ്. ഇതും ഇതിനകത്ത് ചേർക്കണം. ജീരകം ഒരു വലിയ സ്പൂൺ ജീരകം, ചുമന്നുള്ളി നല്ലോണം ചേർക്കണം ഇതിൽ. അപ്പോൾ ഒരു ചെറിയ ഗ്ലാസ് നിറച്ചും ചുമന്നുള്ളിയുണ്ട്. ഇത് എള്ളാണ്, ഇത് കറുത്ത എള്ളാണ്. എള്ളും ഒരു ബിഗ് സ്പൂണ്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. അത് നമുക്ക് ഓപ്ഷണലായിട്ട് ചേർക്കുന്നതേ ഉള്ളൂ, അത് അത്യാവശ്യം ഒന്നുമില്ല. പിന്നെ ഞാനിത് കപ്പ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ചേർക്കുന്നതേ ഉള്ളൂ. അതുപോലെ ഉപ്പ്, വെള്ളം ഇവ പാകത്തിന്. പിന്നെ എണ്ണ നമ്മളിത് പാചകം ചെയ്യാൻ വേണ്ടിയുള്ളത്. ആദ്യം ഇതിനകത്ത് ഈ കപ്പയ്ക്കകത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചത് ഡ്രെയിൻ ചെയ്തെടുക്കണം. അത് ഞാൻ ചെയ്യാം. ഞാനത് വെള്ളം ഒഴിച്ച് ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ. ഇത് തിളച്ച് വേവുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ അത് ഇടയ്ക്ക് എടുത്ത് നോക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എടുത്ത് നോക്കണം ഇത് വെന്തിട്ടുണ്ടോയെന്ന്. ഇത് വാട്ടി ഉണങ്ങിയ കപ്പയാണ്, അതുകൊണ്ട് അധികം വേവില്ല. എന്നാലും ഇത് വെന്തിട്ടുണ്ടോയെന്ന് നമ്മൾ എടുത്ത് നോക്കണം. നല്ല ഒരു സ്പൂണിൽ ഒരെണ്ണം എടുത്ത് നോക്കിയിട്ട് നന്നായിട്ട് ഉടയുന്നുണ്ടോയെന്ന് നോക്കണം. ആ സമയത്ത് ഇത് ഓഫ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്യണം. അത് ഇച്ചിരി കൂടെ നേരം കഴിയട്ടെ. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമ്മൾ ഇത് വെച്ചിങ്ങനെ കോരി എടുത്തത് ഡ്രെയിൻ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് വെള്ളം മുഴുവൻ ഊറ്റി കളഞ്ഞിട്ട് വെക്കണം. അപ്പോൾ ആ കപ്പ ഞാൻ എടുത്ത് ഡ്രെയിൻ ചെയ്താൽ വെച്ചു. ആ സമയത്ത് തന്നെ നമ്മൾ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് ഈ ചുമന്നുള്ളി, തേങ്ങ, ജീരകം, അരിമോദകം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു ശകലം മതി. ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് അത് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കണം. അത് ഞാൻ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ ഒരു തവിയോ എന്തെങ്കിലും കൊണ്ട് ഇത് നന്നായിട്ടിത് പൊടിക്കണം. ഉടച്ച് ഇത് പൊടിയാക്കണം. ആ കപ്പ വെന്തത് നന്നായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ഉടച്ച് നല്ല കട്ടയൊന്നുമില്ലാതെ ഒരു കഷണം പോലും അതിലില്ലാതെ ഉടച്ച് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ഫ്രൈ പാൻ വലുതെടുക്കണം. അതിലേക്കൊരു 3 ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. അതായത് അരിപ്പൊടി ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളമാണ് ഇതിനെടുത്തേക്കുന്നത് ഏകദേശം. അതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, നമ്മുടെ കണക്കനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3/4 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും തേങ്ങായും ജീരകവും എല്ലാം കൊണ്ടുള്ള അത് ഇട്ട് കൊടുക്കണം ഈ വെള്ളത്തിലേക്ക്. നമ്മളൊരു ചെറിയ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഇത് വാട്ടിക്കുഴയ്ക്കണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആ അരി പൊടിയിട്ട് അത് കുഴയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഈ കപ്പയിട്ട് കുഴച്ചെടുക്കണം. ഇത് നല്ല ചൂടാണ്, കൈ കൊണ്ട് ഇത് ഇളക്കാൻ ഒക്കത്തില്ല. അതിന് മുമ്പ് നമ്മൾ ഈ എള്ളും കൂടി ഇതിൻ്റെ മണ്ട ഇട്ട് കൊടുത്തിട്ട് മാക്സിമം നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ കയ്യിൽ ഇച്ചിരി എണ്ണയും കൂടെ തൂത്തിട്ട് നമ്മളിത് ബോള് പോലെ ആക്കി വെക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഇത് ചെറുതായിട്ട് പരത്തി വെച്ച് ആ മാവ് മുഴുവൻ ഇങ്ങനെ ഉരുട്ടി ചെറിയ ഉരുളകളാക്കി വെച്ച്. ഇനി വലുതാക്കണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം, അല്ല ഇതിലും ചെറുതാക്കണമെങ്കിൽ ചെറിയ ഉരുളകളാക്കണമെങ്കിൽ ആ രീതിയിലും ചെയ്യാം. അതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ എടുക്കണം. അതിൽ ശകല എണ്ണ ഇങ്ങനെ തൂത്തിട്ട് നമ്മൾ അതിൽ വെച്ച് ഇങ്ങനെ പരത്തണം. കഴിഞ്ഞ് വേറെ ഒരു ബട്ടർ പേപ്പർ എടുത്ത് ശകല എണ്ണ അതിലിങ്ങനെ തൂത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് ഒന്നി നമ്മൾ കൈകൊണ്ട് തന്നെ അമർത്തി കൊടുക്കണം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ റോളർ വെച്ചാണെങ്കിലും നമ്മൾ അമർത്തി ഇങ്ങനെ കൊടുത്തിട്ട് അത് നമ്മുടെ ഇഷ്ടം കൊടുത്തിട്ട് അത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ വിരളയിൽ തന്നെ വെച്ച് ഇങ്ങനെ ആക്കി ഒന്ന് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല കുഴലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ പരത്തി കണ്ടോ ഇങ്ങനെ ശരിയാക്കി ഒരു ഇതിലൊക്കെ എടുത്തു വെച്ചു. ഇനി ഇത് പൊരിച്ചെടുക്കുന്നത് ഞാൻ കാണിച്ച് തരാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിതിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോന്ന് കറക്കിയിട്ട് കൊടുക്കണം. അത് ആ റോളായിട്ട് തന്നെ ഇരിക്കത്തക്കൊണ്ട് ഇട്ട് സൂക്ഷിച്ചിടണം, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും. അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏകദേശം ഈ പത അടഞ്ഞു കഴിയുമ്പോഴാണ്, പത നിന്ന് കഴിയുമ്പോഴാണ് നമ്മൾക്കത് നന്നായിട്ട് വെന്തെന്ന് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് ഇങ്ങനെ കോരിയെടുക്കണം. കോരി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ സൂക്ഷിച്ച് പതുക്കെ ഇടണം, അല്ലെങ്കിൽ നമ്മൾ ആ ചുറ്റി ഇങ്ങനെ വെച്ചേക്കുന്നത് ജസ്റ്റ് ഒരു ഇതായിട്ട് വെച്ചേക്കുന്നതേ ഉള്ളൂ. നമ്മൾ സൂക്ഷിക്കണം, കയ്യും നമ്മൾ സൂക്ഷിക്കണം. കടകളിൽ നിന്നും പന്ന എണ്ണയ്ക്കകത്തൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യുന്ന എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാതെ നമ്മളൊരു ശകലം മെനക്കെട്ടാൽ ഇതുപോലെ നല്ല കുഴലപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പം ഇത് പഞ്ചസാര പാനി ഒഴിച്ച് മധുരം ആക്കണമെങ്കിൽ ഇതൊന്ന് പാനി വിളയിച്ചെടുത്താൽ മാത്രം മതി. എല്ലാവരും ഞാനിടുന്ന റെസിപ്പികളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.